പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയുള്ള ദൈവം ചെയ്യാൻ പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാദം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാദം ചെയ്യാൻ പോകുന്നു. ദൈവത്തിന്റെ മഹത്വം നീഴലിരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിന്റെ മഹത്വം നീഴലിരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാദം ചെയ്യാൻ പോകുന്നു. സ്തുതിക്കാം. ഹല്ലേലൂയ, 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കുക. ഓരോ ദിവസത്തിലുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും എനിക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ആശങ്കയുണ്ട്. ഈ ക്രിസ്ത്യാനികൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. ഓരോ ദിവസത്തിലുള്ള ഉടമ്പടി സാക്ഷ്യങ്ങളുടെ പുതിയ ആവിഷ്കാരങ്ങളും ജനങ്ങളുടെ ദൈവാനുഭവങ്ങളും കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. എന്താണ്? ഈ ക്രിസ്ത്യാനികൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ലീഡ് ചെയ്യണത് ദൈവാനുഭവത്തിൽ അക്രൈസ്തവരാണ്. സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകും. അപ്പോൾ എനിക്കുണ്ടാകുന്ന ഉള്ളുകൊണ്ടുള്ള സന്തോഷം എന്താ നിങ്ങൾക്കറിയാവോ? ഈ ഉടമ്പടി അത്ര കണ്ട അറിവില്ലാത്തവർക്കും ഇത് വളരെ സങ്കീർണമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് വളരെ ലളിതമായി നടപ്പിൽ വരുത്തിക്കൊണ്ട് ഉന്നതമായ ദൈവാനുഭവം പ്രാപിക്കുന്നവരുടെ സാധാരണക്കാരും അതുപോലെ തന്നെ അഭ്യസവിദ്യരുമുണ്ട്. അപ്പോൾ ഈ പ്രോജക്റ്റ്, ഈ ഫോർമുല ആപ്ലിക്കബിൾ ആണ്. എക്സ്പീരിയൻഷ്യൽ ലെവലിലാണെങ്കിലും അത് ദൈവാനുഭവത്തിന് ആർക്കും സാധിക്കുന്നതാണ്. അല്പം ആത്മാർത്ഥത കാണിച്ചാൽ മതി എന്നാണ്. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഉടമ്പടി വിശ്വാസത്തിലല്ല ചെയ്യണത്, പിന്നെ എന്തിനാണ്? വിശ്വസ്തതയിലാണ് ചെയ്യണമെന്ന്, അല്ലേ? വിശ്വസ്തതയാകുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം അത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല.
പക്ഷെ ഉടമ്പടി വിശ്വസ്തതയേക്കാൾ ഉപരി ആത്മാർത്ഥതയാണ് ഇതിൻ്റെ അകത്ത് അന്തസത്യം എന്ന് പറയണത്. നിങ്ങൾക്കൊരു ഉടമ്പടി അനുഭവങ്ങൾ വേണമെങ്കിൽ വിശ്വാസം ഓൾറെഡി ഉണ്ടാകണം. പിന്നെ എന്താണ്? വിശ്വസ്തത ഉണ്ടാവണം. വിശ്വാസത്തിൻ്റെ കണ്ടിന്യൂറ്റിക്കാണ് നമ്മൾ തുടർച്ചയുള്ള വിശ്വാസത്തിനാണ് നമ്മൾ വിശ്വസ്തത എന്ന് പറയുന്നത്. പക്ഷേ ഉടമ്പടി പെട്ടെന്ന് ഒരു പ്രസൻസ് ഫീൽ ചെയ്യണമെങ്കിൽ, കാര്യം നിങ്ങൾക്ക് സൗഖ്യം വന്നെന്ന് ഒരു സാക്ഷ്യങ്ങൾ കേട്ടാൽ, ഇപ്പോൾ ക്യാൻസർ 4th സ്റ്റേജ് സുഖപ്പെട്ടു, ലിവർ ക്യാൻസർ സുഖപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലും ഞാൻ അത്ര കണ്ട് ശ്രദ്ധിക്കത്തില്ല. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഉടമ്പടി എടുത്ത് കുറച്ച് വൃത്തിമേനായിട്ടൊക്കെ ജീവിച്ചവർക്ക് ആ സ്വാഭാവികമായിട്ട് ബേസിക് ഗ്രേസ് ആണ് അതൊക്കെ. പക്ഷേ നിങ്ങൾക്ക് പ്രസൻസ് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ അത് ശ്രദ്ധിക്കും. കാര്യം മറ്റു പ്രാർത്ഥനാ രൂപങ്ങളിൽ നിന്നും ഉടമ്പടിക്കുള്ള തനത് ദൈവാനുഭവം എന്ന് പറയണത്, ഉടമ്പടിയുടെ തനത് ദൈവാനുഭവം എന്ന് പറയണത് പ്രസൻസാണ്, ദൈവസാന്നിധ്യം. ഏത് ദുർഘട സമയങ്ങളിലും ദൈവസാന്നിധ്യം അനുഭവിക്കും. ദൈവസാന്നിധ്യത്തിന് സാധാരണ ലെവലിലെ ആൾക്കാർക്ക് പഞ്ഞം വരുന്ന സമയമുണ്ട്. ഇപ്പം നമുക്ക് ആഹാരത്തിന് പഞ്ഞം വരുന്ന ക്ഷാമകാലമില്ലേ? ആഹാരത്തിന് ക്ഷാമകാലം ഉണ്ടായിരുന്നല്ലോ യുദ്ധം കഴിഞ്ഞപ്പോൾ. 1945 യുദ്ധം കഴിഞ്ഞപ്പോൾ ക്ഷാമകാലമായിരുന്നു ഇവിടെ, ഭയങ്കരമാണ്. അങ്ങനെയാണ് ജനങ്ങളൊക്കെ എല്ലാം നാടൊക്കെ വിട്ടു പോണത്. അപ്പം അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും ക്ഷാമകാലം ഉണ്ടാകും. ദൈവാനുഭവം ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരവും കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പോകുന്നില്ലാതെ ഒരു അടയാളം കാണാത്ത കാലം, അതിന് ക്ഷാമകാലമാണ്. പക്ഷേ ഈ ക്ഷാമകാലത്ത് പോലും ഉടമ്പടിയിൽ ആത്മാർത്ഥതയായിട്ട് ജീവിക്കുന്നവർക്ക് ഒരു പ്രസൻസ് എങ്കിലും ഫീൽ ചെയ്യും. അവർക്ക് മൊത്തം ഒരു ക്ഷാമകാലത്തേക്ക് പോകത്തില്ല. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്, എനിക്ക് എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത്, ഇതൊരു അപേക്ഷയായിട്ട് കരുതിയാൽ മതി, ആത്മാർത്ഥത കാണിക്കാൻ നോക്കണം ഉടമ്പടിയോട്. നിങ്ങളൊരു ഉടമ്പടിയാണ്, ദൈവവുമായിട്ട് ഒരു പരസ്പരമുള്ള ധാരണയിൽ ഒരു കമ്മിറ്റ്മെൻ്റാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലൊരു കമ്മിറ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. എന്താ അതിനെ പറഞ്ഞ പ്രതിബദ്ധത, സമർപ്പണം നടത്തിയിരിക്കുകയാണ്. അതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ, പ്രതിബദ്ധതയുടെ കാരണങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭൗതികം ആവശ്യമായിരിക്കരുത്, ദൈവം തന്നെയായിരിക്കണം. മനസ്സിലായോ? ഇല്ലേ? ജോലി ലഭിക്കാനോ വീട് വിൽക്കാനോ വസ്തു ലഭിക്കാനോ കടങ്ങൾ മാറാനോ, അതിൽ നിന്ന് ഉടമ്പടി വരെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. ഉടമ്പടി കൃപാസനത്തിൽ വന്നോ ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങൾക്ക് ഭൗതിക കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. പറഞ്ഞ മനസ്സിലായില്ലേ? ശ്രദ്ധിച്ച് കേൾക്കണം. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നവർ നിങ്ങളുടെ ജോലി, കടങ്ങൾ പരിഹരിക്കുക, ജോലി കിട്ടുക, വിവാഹം കഴിക്കുക, വീട് വെക്കുക, അങ്ങനെ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്താണ്? അത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചനപ്പെടാനും ആശങ്കപ്പെടാനും പറ്റും. പക്ഷെ വൺസ് യു ഗെറ്റ് ഇൻ ടു ദി കവനൻറ്റ്, നിങ്ങൾ ഒരിക്കൽ ദൈവമായിട്ടൊരു ബന്ധം, ഉടമ്പടി ബന്ധമായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആശങ്കപ്പെടേണ്ടത് ദൈവത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണ്. എന്താണ്? എങ്ങനെ എൻ്റെ ദൈവവുമായിട്ട് ഡിവോയ്ഡ് ഓഫ് ദി ഫിസിക്കൽ ഡിമാൻഡ്സ്, നമുക്ക് ഉണ്ടാകുന്ന മറ്റു തരത്തിലുള്ള ഭൗതിക സമ്മർദ്ദങ്ങൾക്ക് അപ്പുറത്ത് എൻ്റെ ദൈവവുമായിട്ട് എനിക്ക് ഈ ഭൂമിയിൽ വെച്ച് സാധ്യമാകുന്ന ഏറ്റവും സുതാര്യവും ഏറ്റവും ലളിതവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തെ എങ്ങനെ പരിപോഷിപ്പിക്കാൻ കഴിയും, അതിനെന്നെ സഹായിക്കണമെന്നാണ്
അമ്മയോട് പ്രാർത്ഥിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, എൻ്റെ പേര് റെൻസി. ഞാൻ ചമ്പക്കുളത്തു നിന്ന് വരുന്നു. സെൻറ്റ് മേരീസ് ബസലിക്ക ഇടവകാംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ബെന്നി, മോള് ബെനീറ്റ, മോൻ ബെനിറ്റ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് എന്താ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയോടെ വന്നതാണ്. അന്നിരുന്ന് പലരും ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അന്ന് എനിക്കൊന്നും തോന്നില്ല. പിന്നെ തിരിച്ച് വീട്ടിൽ പോയി എനിക്കും ഉടമ്പടി എടുക്കണം, പ്രാർത്ഥിക്കണം എന്നൊരു തോന്നലുണ്ടായി. ഉടമ്പടി എടുക്കാൻ ആദ്യമുണ്ടായ കാരണം മോൾക്ക് ശ്വാസം മുട്ടൽ വരുമായിരുന്നു. 1.5 വയസ്സിൽ അവൾക്ക് ന്യൂമോണിയ വരികയും അതേ തുടർന്ന് സ്ഥിരമായിട്ട് ചുമയും ശ്വാസം മുട്ടലും ഉണ്ടായി. പല ഹോസ്പിറ്റലിലും കാണിച്ചെങ്കിലും അവിടെ നിന്ന് നെബുലൈസർ എടുക്കും, തിരിച്ചു വിടും. ലാസ്റ്റ് ഒരു പീഡിയാട്രിഷനെ കാണിച്ചപ്പോൾ പറഞ്ഞു ഒരു ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യാം, 1 മാസത്തേക്ക് അത് കൊടുക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അവർക്ക് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ ഡോക്ടർ പറഞ്ഞു. 1 മാസം ഞാനത് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനി ഞാൻ ഒരിക്കൽ പോലും എൻ്റെ കുഞ്ഞിനെ ഇത് ഉപയോഗിക്കേണ്ടി വരരുതേ എന്ന് പറഞ്ഞ് ഞാൻ ചെക്കപ്പിന് വേണ്ടി 1 മാസം കഴിഞ്ഞ് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല, ഇനി ഇങ്ങനെ ഉണ്ടാകുവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് തിരിച്ച് ചെന്ന് അതൊരു കവറിലാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഇനി ഞാനിത് ഉപയോഗിക്കേണ്ടതായിട്ട് വരരുതേ എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് പലപ്പോഴും ചുമ ഉണ്ടായിട്ടെങ്കിൽ അവളമ്മ പറഞ്ഞേ ഇത് നമുക്ക് ഇൻഹേലർ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് ഞാനത് ഉപയോഗിക്കില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഇന്ന് വരെ പിന്നീട് എനിക്കത് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമതായിട്ട് മോനും ഇതുപോലെ ചുമയും ജലദോഷം കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഫലമായി അവന് ഇവിടെ ഒരു ലിപ്നോയിഡ് പോലൊരു സംഭവം വീർത്ത് വരും, അതൊരു ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയും വരുവാണെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. 6 മാസം കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ഉണ്ടായപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അന്ന് എൻ്റെ ഉടമ്പടിയിലുണ്ടായിരുന്ന ഉപ്പും തൈലവും എല്ലാമായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. അന്ന് അവന് ക്യാനുല ഇട്ടു. ബ്ലഡ് എടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഞാൻ അതിൽ മാതാവിൻ്റെ ഉപ്പ് വിതറിയിട്ട് പറഞ്ഞു, മാതാവേ ഈ റിപ്പോർട്ട് എനിക്ക് നോർമലാക്കി തരണം. അന്ന് എൻ്റെ കയ്യിൽ അടുത്തുള്ള ഒരു നെബുലൈസർ എടുക്കാനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു. മാതാവ് എനിക്കത് നോർമലാക്കി തന്നു. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. കൂലിപ്പണിയായിരുന്നു ഹസ്ബൻഡിന്. ഒരു ജോലിക്ക് വേണ്ടി ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്നിപ്പോൾ ഹൗസ് ബോട്ടയിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു. വീടുണ്ടായിരുന്നു, അതിൽ വാസയോഗ്യമല്ലായിരുന്നു. പലപ്പോഴും വെള്ളം വരുമ്പോൾ അത് നേരെ എല്ലാ മുറികളിലും വരുമായിരുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ പലപ്പോഴും പലരെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു. പഞ്ചായത്തിൽ അപേക്ഷ വെച്ചെങ്കിലും 2-3 വർഷം കഴിഞ്ഞാണ് ലൈഫ് മിഷനിൽ പേര് വരുന്നത്. എങ്കിലും അത് തുടങ്ങാനായിട്ടുള്ളൊരു ഇത് നമുക്കില്ലായിരുന്നു. അന്ന് ഹസ്ബൻഡിന് കൂലിപ്പണിയായിരുന്നു. ഇവരെ ഒന്ന് പൊളിക്കുവാനോ അത് മുന്നോട്ടുള്ള അത് ചെയ്യുവാനോ ആയിട്ടുള്ള ഒരിതും നമുക്കന്നുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഇവിടെ ഞാൻ എല്ലാ മാസവും വരും. ഉപ്പും തേനും എല്ലാം കൊണ്ടുപോയി മാതാവ് 4 വശത്തും ഞാൻ കൊണ്ട് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ നിന്ന് മണ്ണെടുത്തുകൊണ്ട് പോയി 4 വശത്തോട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കുരിശ് വരയ്ക്കുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പള്ളിയിലുണ്ടായിരുന്ന വികാരി അച്ഛൻ, ഓണംകുളം അച്ഛനൊന്നും ഞങ്ങളോടൊപ്പം ഇല്ല. അച്ഛൻ്റെ സഹായത്താൽ ഞങ്ങൾക്കൊരു നല്ലൊരു വീട് ലഭിച്ചു. വീടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞ ശേഷമാണ് അച്ഛന് പെട്ടെന്നൊരു ബ്ലീഡിങ് ഉണ്ടാകുകയും സ്വർഗത്തേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. എങ്കിലും ഞങ്ങൾക്കത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ
അച്ഛൻ്റെ അനുഗ്രഹത്താലും പലരുടെ സഹായത്താലും ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് വരെ നിന്നിരുന്ന സാഹചര്യത്തിൽ പലരുടെ സഹായത്താൽ അത് അത്രയാക്കി തന്ന അച്ഛൻ്റെ ഒരു അനുഗ്രഹത്താലാണ്. ഏകദേശം അത്രയാക്കിയ ശേഷമാണ് നമ്മളോട് വിട പറഞ്ഞ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. ആ ഒരു അച്ഛൻ്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ അത് മാതാവായിട്ടാണ് അച്ഛനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ അച്ഛൻ്റെ അടുത്ത് അപേക്ഷ കൊടുത്തെങ്കിലും ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, മാതാവേ നീ അച്ഛൻ്റെ അടുത്തുനിന്ന് ചെല്ലണേ, സഞ്ചാരി മാതാവേ. അങ്ങനെ ഒരു ദിവസം അച്ഛൻ വിളിക്കുകയും ഞങ്ങളെ കഴിയുന്ന സഹായം ചെയ്യുക എന്ന് പറയും. പഞ്ചായത്തിൻ്റെ വരെ പല ഘട്ടങ്ങളിലായിട്ടേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. മാർച്ച് 1-ാം തീയതി ഞങ്ങളുടെ പരവാസ്തോലി കഴിഞ്ഞു. വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വലുതായിട്ട് ആ പരിക്കകത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുന്നു. അമ്മയുണ്ട്, 2 പിള്ളേർ, ഞാൻ ബെന്നിച്ചനും. ഇന്ന് ഞങ്ങൾക്ക് മറ്റാരുടെയും ആശ്രയം കൂടാതെ മറ്റേതൊരു മഴ പെയ്താൽ ഞങ്ങൾക്ക് പലരുടെയും സഹായം തേടേണ്ട ആവശ്യം ഇതുണ്ടായിരുന്നു. ഒന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് മാറി താമസിക്കുവാനോ എടുക്കാനോ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. ഇന്ന് ഒരു മാതാവായിട്ട് അയച്ചു തന്ന വൈദികനാണ്. ആ വൈദികനാണെങ്കിലും പല സിസ്റ്റർമാരുടെയും നമ്മുടെ കുര്യാളശ്ശേരി പിതാവിൻ്റെ സഭാംഗമായ സിസ്റ്റേഴ്സുണ്ട്. അവരുടെ അടുത്ത് എന്ന് പറയുകയും അവരത് ഏറ്റെടുക്കുകയും അവർ 4 ലക്ഷം പറഞ്ഞുവെങ്കിലും അതിലുപരിയായി അവർ സഹായിക്കുകയും ചെയ്തു. ഏകദേശം പണി തീരാറായ ശേഷമാണ് അച്ഛൻ നമ്മളോട് വിട പറഞ്ഞു പോയത്. ബാക്കി നമ്മളെക്കൊണ്ട് കഴിയും എന്ന രീതിയിൽ സ്റ്റേജിൽ എത്തിച്ചിട്ടാണ് അവിടുന്ന് പോയത്. അതെൻ്റെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. വളരെയധികം ഞാനത് സന്തോഷിക്കുന്നു. ഒരു വീടെന്ന സ്വപ്നം വളരെ സഫലമായി. ഇത്രയധികം വളരെ ചെറുതുമായ നന്മകൾ തന്നതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു. ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് ഉടമ്പടി പത്രം വാങ്ങുകയും വണ്ടാന ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അവിടെ അകത്ത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇതിവിടെ അകത്ത് കൊടുക്കാൻ പാടില്ല, നീ മതപരിവർത്തനം നടത്തുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനാരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. അവിടുന്ന് ഓഫീസർ പറഞ്ഞു, സാധ്യമല്ല, ഇനി ഇവിടെ അകത്ത് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അവിടെ ഗേറ്റുകൾക്ക് വാതിക്കൽ നിന്ന് അവരോട് മാതാവിനെക്കുറിച്ച് പറഞ്ഞ് ഇത് വേണോ എന്ന് ചോദിച്ച് കിട്ടിയതാണെങ്കിൽ ഞാൻ കൊടുക്കില്ല. കാര്യം മാതാവിനെക്കുറിച്ച് സംസാരിച്ച ശേഷം കൃപാസന പള്ളിയിലാണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ആ പത്രം കൊടുക്കാറുള്ളൂ. അതുപോലെ തന്നെ എപ്പോഴൊക്കെ ഞാൻ വരുന്നു അന്നേരപ്പോഴെല്ലാം കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കിയിട്ട് ഞാൻ തന്നെ വരുന്ന സമയങ്ങളിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരും. 10 പേർക്ക് അല്ലെ 5 പേർക്ക് അല്ലെ 7 പേർക്ക് എന്നെക്കൊണ്ട് എത്രയാണോ സാധ്യമാകുന്നത് അത്രയും ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കൊണ്ടുവന്ന് ഇവിടെ കൃപാസനത്തിൽ വന്ന് കഴിക്കുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ കൺമുന്നിൽ കാണുന്ന ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളുമായിട്ട് നടക്കുന്നവരെ കാണുമ്പോൾ എൻ്റെ കയ്യിൽ വണ്ടിക്കൂലിക്കുള്ളത് വെച്ചിട്ട് ബാക്കി ഞാൻ അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർക്ക് ഞാൻ ആഹാരം വാങ്ങിച്ച് ബിസ്ക്കറ്റായിട്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് എന്തെങ്കിലും എന്നെക്കൊണ്ട് 10 രൂപയെങ്കിൽ 10 രൂപ അതിനുള്ളത് ഞാൻ വാങ്ങിച്ച് അവർക്ക് അവരുടെ അപ്പൻ്റെയിലും അമ്മയുടെയിലും കൊടുത്ത ശേഷമേ ഞാൻ പോകാറുള്ളൂ. ശരിക്കും എൻ്റെ ഒരു വണ്ടിക്കൂലി മാത്രമേ ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാകാറുള്ളൂ. പക്ഷേ എങ്കിലും മാതാവ് വളരെയധികം ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് ഇന്നും എന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. വളരെയധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ബൈബിൾ അങ്ങനെ വായിക്കാനായിട്ട് വലിയ താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ ബൈബിൾ വായിക്കാറുണ്ട്. മോളാണേലും എന്നും ബൈബിൾ വായിക്കും. അവളെന്നും പള്ളിയിൽ പോകുന്നുണ്ട്. പിന്നെ ഉപവാസം ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും ഉപവാസിക്കും. ഇന്ന് ഞാനത് മാറ്റി ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ കുടുംബത്തിനും ഒരു ദിവസം ആർക്കെങ്കിലും വേണ്ടി മീൻസ് എൻ്റെ ആ ആഴ്ചയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി ഞാൻ ഉപവസിക്കും. അങ്ങനെ എന്നാൽ കഴിയുന്ന എല്ലാ നന്മകളും ചെയ്ത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ മുന്നോട്ട് പോകുന്നു. ഇത്രയധികം നന്മകൾ ചെയ്ത മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് ബോബിന. ഞാൻ വരുന്നത് വാഴക്കുളത്തു നിന്നാണ്. ആദ്യമായി തന്നെ എനിക്കിവിടെ കയറിയുന്ന ഒരു സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന മാതാവിനും ദേവപുത്രനും പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 മെയ് 21 ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് 2019 ഞങ്ങൾ വീട് വെക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം വാങ്ങിയിട്ടിരുന്നു. ഞങ്ങൾക്കത് ഇതുവരെയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. 2020 കൊറോണ വന്നു. 2021 ആഗസ്റ്റിൽ ഞങ്ങൾ വീട് പണിക്ക് തറക്കല്ലിട്ടു. ഞങ്ങൾ ലോൺ എടുത്താണ് പണി തുടങ്ങിയത്. 2022 ഒരു മെയ് മാസം അല്ല ഏപ്രിലൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഫണ്ട് തീർന്നു. പിന്നെ ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയായി. അതുപോലെ തന്നെ എനിക്ക് 2020 എനിക്ക് 3 കുട്ടികളാണ്. 2020 ഇളയ മോളുണ്ടായി 1 കൊല്ലം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ വീട് പണിയും അതുപോലെ തന്നെ കുട്ടികളെ നോക്കാനുള്ള സാഹചര്യം ആയതുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തിയാണ്
ഞങ്ങൾ എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ നമുക്ക് മുമ്പോട്ട് പോകാനൊരു അവസരമില്ലായിരുന്നു. ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് എൻ്റെ കസിൻ ചേച്ചിമാർ 2 പേര് ഉടമ്പടി എടുത്തിരുന്നു. അവരുടെ സാക്ഷ്യങ്ങൾ എനിക്കറിയായിരുന്നു. അതിനെ ബേസ് ചെയ്താണ് ഞാൻ ഇവിടെ വന്നു. ഒന്നും അറിയത്തില്ല, കുറച്ച് സാക്ഷ്യങ്ങൾ കേട്ടു. ആ സാക്ഷ്യത്തിൻ്റെ ബലത്തിലാണ് ഞാൻ വരുന്നത്. എവിടെയാണ് സ്ഥലം എന്ന് പോലും അറിയില്ല. വൈറ്റിലേന്ന് ആലപ്പുഴയ്ക്ക് വണ്ടി കയറി. അവിടുന്ന് കണ്ടക്ടറോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇറങ്ങണം, കൃപാസനത്തിൽ വന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. ആൾ കൊണ്ട് നിർത്തി. ഇവിടെ വന്ന് യാന്ത്രികമായിട്ട് ആരോ നമ്മളെ നയിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ചെയ്യാനൊരു അനുഗ്രഹം എനിക്ക് കിട്ടി. രാവിലെ എഴുന്നേക്കാൻ പറ്റി, പ്രാർത്ഥിച്ചു. പരമാവധി എല്ലാ ദിവസവും ജോലിയില്ല, അതുകൊണ്ട് പരമാവധി എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോയി. അതുപോലെ തന്നെ എന്താ പറയുക, കുടുംബ പ്രാർത്ഥന സ്ഥിരമായി തന്നെ ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ 3 കുട്ടികളും പ്രാർത്ഥനകൾ മുടക്കാറില്ല. ബൈബിൾ വായിച്ചു. ഞങ്ങളുടെ പ്രവർത്തനത്തിൽ യാന്ത്രികമായി തന്നെ മുമ്പോട്ട് പോയി. പെട്ടെന്നൊരു ദിവസം ഞങ്ങളുടെ കസിൻ ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ തന്ന് സഹായിച്ചു. ആ ഒരു അവസരത്തിൽ ഞങ്ങൾ പിന്നെയും മുമ്പോട്ട് പോയി. വീട് പണി കറക്റ്റ് 1 കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് തീർക്കാൻ പറ്റി. എന്താ പറയുക, ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണെന്നറിയില്ല, 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടിയ. ഞാൻ പറഞ്ഞു 2021 ആഗസ്റ്റിൽ ഞങ്ങൾ തുടങ്ങിയ വീട് പണി 2022 സെപ്റ്റംബർ 9 ആയപ്പോഴത്തേക്കും ഞങ്ങൾ കയറിക്കൂടി. അതുപോലെ തന്നെ ആ ടൈമിൽ ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയില്ലാതെ ഞാൻ LOP ആയിട്ട് വീട്ടിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു. ജോലിക്ക് അപ്ലൈ ചെയ്തെങ്കിലും കൂടെ അപ്ലൈ ചെയ്ത് എല്ലാവർക്കും ഹോൾ ടിക്കറ്റ് വന്നു, എനിക്ക് മാത്രം വന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, മാതാവ് എനിക്ക് മാത്രം വന്നില്ല. അപ്പോഴത്തേനും ഞാൻ അറിഞ്ഞത് ഒരു തലേ ഞായറാഴ്ചത്തെ എക്സാം ഒരാഴ്ചത്തേക്കും കൂടെ മാറ്റി വെച്ച് അടുത്ത ഞായറാഴ്ചയാണ് എക്സാം എന്ന് എൻ്റെ ഫ്രണ്ട്സ് വഴി അവരുടെ ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്ത് സംഭവിച്ചു, എനിക്ക് ഒരാഴ്ച കിട്ടി. എനിക്കൊരു ഹോൾ ടിക്കറ്റിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ ഓഫീസിൽ വിളിച്ചു. എനിക്ക് മാത്രം ഹോൾ ടിക്കറ്റ് വന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന കാരണത്താലാണ്. അപ്പോൾ ഞാൻ ക്ലാരിഫൈ ചെയ്ത് കൊടുത്തു. അതിലുണ്ട് ഒരു എക്സ്പീരിയൻസിൻ്റെ പ്രശ്നമായിരുന്നു, അത് ഞാൻ കാണിച്ചു കൊടുത്തു. എനിക്ക് ഹോൾ ടിക്കറ്റ് വന്നു. ഹോൾ ടിക്കറ്റ് കിട്ടിയ ആ ടൈമിൽ തന്നെ ഞാൻ ഒരാഴ്ച ഗ്യാപ്പ് കിട്ടില്ല. ആ ടൈമിൽ തന്നെ ഞാനിവിടെ വന്നു. അച്ഛനെ കണ്ടു. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അന്ന് പരീക്ഷയുള്ള എല്ലാ കുട്ടികളെ ഒന്നിച്ചാണ് നിർത്തി. അച്ഛൻ പറഞ്ഞു ഞാൻ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണോ പ്രശ്നം അതെന്നോട് പറയണമെന്ന് പറഞ്ഞു. അടുത്ത് വന്നു. അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛനൊന്നും പറഞ്ഞില്ല, അനുഗ്രഹിച്ചു വിട്ടു. റിസൾട്ട് വന്നപ്പോൾ 4 പേര് സെലക്റ്റായി. അതിലൊന്ന് ഞാനായിരുന്നു. അതിന് വീണ്ടും ഇൻ്റർവ്യൂ വന്നു. അപ്പം നമ്മൾ പരീക്ഷയ്ക്ക് ചെയ്തതെന്താണെന്ന് വെച്ചാൽ അച്ഛൻ അനുഗ്രഹിച്ചു വിട്ട കാശ് രൂപം കയ്യിലുണ്ട്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് കയറിയപ്പോൾ തന്നെ ഹോൾ ടിക്കറ്റിലും അതുപോലെ തന്നെ തന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ ഉടമ്പടി താലം വെച്ച് കുരിശ് വരച്ചിരുന്നു. അതുപോലെ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇൻ്റർവ്യൂവിൻ്റെ വിശ്വാസ പ്രമാണം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ടേയിരുന്നു. എന്താ പറയുക, ഇൻ്റർവ്യൂവിൻ്റെ പുറത്ത് നമ്മൾ ഡോറിലോട്ട് കയറിയപ്പോൾ അവിടെ കുരിശ് വരച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി അകത്ത് കയറി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പുറത്തിറങ്ങി. അതിലാകെ 2 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ റാങ്ക് 3ാമത്തെ റാങ്കായിരുന്നു. അതേസമയം ആ ഒരു സെയിം പ്രൊജക്റ്റിൽ തന്നെ വേറൊരു പോസ്റ്റിലോട്ട് ഫസ്റ്റ് റാങ്കുകാരന് കിട്ടി. അപ്പോൾ എൻ്റെ റാങ്ക് വീണ്ടും സെക്കൻഡായി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് ആ വേക്കൻസിയിൽ ജോലി കിട്ടി. ആദ്യം സാലറി വന്നതേ അതിലൊരു പങ്ക് ഞാൻ മാതാവിന് കൊടുത്തതിന് ശേഷമാണ് അത് ഞാൻ എനിക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ വേക്കൻസി അപ്പോൾ കട്ടപ്പനയാണ് ജോലി കിട്ടിയത്. എൻ്റെ വീട് വാഴക്കുളത്താണ്. 1 കൊല്ലം ഞാൻ സ്ട്രഗിൾ ചെയ്തു. പിള്ളേർ ഇവിടെ പഠിക്കുന്നു. ശനിയാഴ്ച ഞായറാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകൾ, അങ്ങനെ ആ ഒരു വർഷം കടന്നുപോയി. വീണ്ടും കൂത്താട്ടോളത്തിന് ട്രാൻസ്ഫറായി. അടുത്ത മാർച്ചിൽ കൂത്താട്ടോളത്തിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ മുടങ്ങിയില്ല. ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ അടുത്ത 3 മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരുന്നു.
ഇപ്പം എനിക്ക് 9ാമത്തെയാണ്. വെള്ള പേപ്പറാണ്, അച്ഛൻ പറയുന്ന പോലെ വെള്ള പേപ്പറിലെത്തി. അതുപോലെ തന്നെ ആ മാർച്ച് കഴിഞ്ഞു. അടുത്ത 24 മാർച്ചിൽ കൂത്താട്ടോളം എത്തി, 25 മാർച്ചിൽ മൂവാറ്റുപുഴ എത്തി. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരത്തിലാണ് പോയി വരുന്നത്. എന്നുവെച്ചാൽ എനിക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ ഞാൻ കേട്ടിരുന്നത് അച്ഛൻ്റെ നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയിലെ അനുഗ്രഹ പ്രാർത്ഥനയാണ്, രോഗസൗഖ്യ പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രദ്ധയോടെ കേട്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരു മാറ്റം ഉണ്ടായതെന്ന് വെച്ചാൽ കുർബാനകൾ കൂടുമ്പോൾ അതെപ്പോഴും ഒരു നന്ദിയുടെ കുർബാനയായിട്ട് മാത്രം, ആവശ്യങ്ങളുടെ അല്ല, ഒരു നന്ദിയുടെ കുർബാനയായിട്ട് മാത്രം അർപ്പിക്കാൻ പറ്റി. അതുപോലെ തന്നെ എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു. 3ാമത്തെ മോളുണ്ടായതിനു ശേഷം അച്ഛൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ ഞാൻ നടുവിന് പിടിക്കും, പിന്നെ തൈലമൊക്കെ തൂക്കും. അങ്ങനെ അത് നന്ദി, അച്ഛൻ്റെ ആ അനുഗ്രഹം എനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ പ്രാർത്ഥനകൾ ഒരിക്കൽ പോലും ചൊവ്വാഴ്ചത്തെ ധ്യാനം മുടങ്ങാതെ ഞാൻ കേൾക്കുന്നുണ്ട്. അതിലെ കാര്യങ്ങളും പരമാവധി അനുസരിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞു നിർത്തുന്നു.